ഇന്നത്തെ പ്രത്യേകത എന്താണെന്നറിയാവോ? ഒരു കപ്പിൾസിന്റെ ആ കപ്പിൾസ് കാരണമാണ് ഞങ്ങൾ ഇങ്ങോട്ട് ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്തത്. അവരുടെ 3 വർഷത്തെ ആനിവേഴ്സറിയാണ്. അപ്പൊ ആനിവേഴ്സറി ആയിട്ട് നമ്മൾ ഇന്ന് എവിടെ പോകുന്ന ആർക്കറിയത്തില്ല. ന്യൂസാ പെന്നിയുടെ സൈലന്റ് ആൻഡ് കാം ആയിട്ടുള്ള ഐറ്റിനറി നമ്മൾ ചൂസ് ചെയ്തിരുന്നു. പക്ഷെ വെതർ കണ്ടീഷൻ കണ്ടിട്ട് ഇന്നലെ ഒരു റീല് കണ്ടേ, ബോട്ട് ഇങ്ങനെ പകുതിയിൽ മറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇവിടെ നിൽക്കാം, നിങ്ങൾ പോയിട്ട് വരുമ്പോ നമുക്ക് ആദ്യം ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇവിടെ വന്നപ്പോ ഇല്ലേ എല്ലാരും കുറച്ച് ഫുഡ് തന്നെ കഴിക്കുന്നു. നാട്ടിലുള്ള പോലെ അല്ലേ, ഇടക്കിടക്ക് വിശക്കുന്നു. നമ്മൾ സ്പീഡ് ബോട്ടിലാണ് പോകാൻ പോകുന്നത്. നമ്മുടെ ബോട്ട് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാട്ടോ, നിറയെ ബോട്ട് കിടക്കുന്നു ഇവിടെ. സിമയാങ് ഫാസ്റ്റ് ബോട്ട് 2 അങ്ങനെ എന്താണ് എന്തോ നിറയെ ബോട്ട് കിടക്കണേ. പറയുന്ന പകുതി സാധനം മനസ്സിലാവുന്നില്ല. ബോട്ടിന്റെ പേര് ഇതാണ് നമ്മുടെ ബോട്ട്. ഇതിലാണ് നമ്മള് ന്യൂസാ പെന്നിയുടെ പോകാൻ പോണത്. ഗൈസ് അങ്ങനെ നമ്മുടെ ന്യൂസാ പെന്നിയുടെ എത്തി ഗൈസ്. ഇതൊരു വലിയ ഐലൻഡ് ആണ്. ഞാൻ കുഞ്ഞ് ഐലൻഡിൽ മറ്റേ കുറെ ബീച്ചസ് ഉണ്ടെന്ന് വെച്ചു. വലിയ ഐലൻഡ്. നമ്മൾ തായ്ലാൻഡ് പോയില്ലേ ഒരു ഐലൻഡ്, അതേപോലത്തെ ആയിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് വലിയൊരു സിറ്റി പോലെ ഇരിക്കണെങ്കിൽ നമുക്ക്. വമ്പം മഴ ഇവിടെ ബീച്ചിൽ വന്നപ്പോ. സത്യം പറഞ്ഞ സമ്മർ ടൈമിലാണ് കെൽക്കിൻ ബീച്ചിൽ വന്ന കിടിലം വീഡിയോ ഫോട്ടോ എല്ലാം കിട്ടുന്നത് എന്നാണ് ടൂഡിൻ ചേട്ടൻ പറഞ്ഞത്. ടൂഡിൻ ചേട്ടൻ പുട്ടിന്റെ അനിയനാണെന്ന് തോന്നുന്നു. രണ്ടും ഒരുപോലെ ഇരിക്കുന്ന പേര് ടൂഡിൻ പുട്ടിൻ. ടൂഡിൻ നമ്മുടെ ഗൈഡിന്റെ പേരാ. നമുക്ക് ആദ്യം റെയിൻകോട്ട് ഇടണം, അല്ലെങ്കിൽ നമ്മൾ ഫുള്ളി മഴ നനയും. ഹായ്, ഹലോ. സേഫ് ആണ്, ഒന്നും കാണുന്നില്ല. ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പോലും. ഇല്ല ഫോട്ടോ എടുക്കുമ്പോ മാറ്റാം. നല്ല രസമുള്ള സ്ഥലം. നോക്കാം, അവരൊക്കെ ഊഞ്ഞാലാടുന്നത്. ആ പെണ്ണ് ഇപ്പൊ വിഴുമോ എന്തോ. എന്ത് പറയണം? കള്ള ചല്ല ചാട്ടം. അത് ക്യൂൺ സ്റ്റാച്യു ആണ്. ആ സ്റ്റാച്യു കണ്ടാണ് എല്ലാവർക്കും അറിയാം അത് ന്യൂസാ പെന്നിയുടെ ആണ് എന്നാണ് നമ്മുടെ ടുട്ടിൻ ചേട്ടൻ പറഞ്ഞത്. പക്ഷെ ഇച്ചിരി സണ്ണോട് ഉണ്ടായിരുന്ന കിടിലായിരിക്കുമായിരുന്നു അല്ലേ. എല്ലാരും സണ്ണ് വരുമ്പോഴല്ലേ കാണുന്നുള്ളൂ. നമ്മള് മഴ വന്നപ്പോ കണ്ടില്ല. അത് മതി. അവിടത്തേനേക്കാളും ഇവിടത്തെ വ്യൂ ആണ് ഗൈസ് ബെറ്റർ. നൈസ് ആയിരിക്കുന്നത് അല്ലേ ഇവിടെ. ആ വെള്ളം കണ്ട അടിക്കുന്ന സ്ഥലത്ത് കണ്ട ലൈറ്റ് ബ്ലൂ ആണ്. ഒരു മറ്റേ വിങ്സ് ഒക്കെ ഉള്ള ഒരു ഫിഷ്. അത് സമ്മർ ആകുമ്പോൾ ഇവിടെ വന്ന് കിടക്കുമെന്ന്. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ സ്നോർക്ലിംഗ് എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇപ്പൊ ക്ലൈമറ്റ് ശരിയില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. എനിക്കത് ഇഷ്ടപ്പെട്ടു. ആനിവേഴ്സറി ആയിട്ട് വന്ന സ്ഥലം കണ്ട. പക്ഷെ മഴ ചതിച്ചല്ലെങ്കിൽ സൂപ്പർ സ്ഥലമായിരിക്കുമായിരുന്നു. കുഴപ്പമില്ല, പോട്ട് പോവാമാപ്പ. ഗൈസ് ഇതാണ് റിയൽ ബ്രോക്കൺ ബീച്ച് എന്ന് പറയുന്നത്. കണ്ടോ, 2 പാറയുടെ നടുക്കൂടെ ഒരു വെള്ളം ഇങ്ങനെ പോകുന്നുണ്ടോ ഗൈസ്. ബ്രോക്കൺ ബീച്ച് ഇപ്പോഴാണ് കണ്ടത്. അതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടക്കാൻ പറ്റുക, കടൽ രണ്ട് ഇങ്ങനെ ഇരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഇടയിലില്ലാത്തതുകൊണ്ടാണ് അതിനെ ബ്രോക്കൺ ബീച്ച് എന്ന് പറയുന്നത്. ഇത് ബാലിയിൽ നിന്ന് വേറൊരു സെപ്പറേറ്റ് ഐലൻഡ് ആണ്. ഇതിനകത്ത് 3-4 ഐലൻഡ്സ് ഉണ്ട്. ഇങ്ങനെ ഇതൊരു വലിയ ഐലൻഡ് ആണ്. ഇങ്ങനെ ഇതിനകത്ത് തന്നെ കിടിലം 3-4 സ്ഥലങ്ങളുണ്ട്. അടുത്ത് നമുക്ക് ഒരു വെറൈറ്റി സ്ഥലത്ത് പോകാം. തെന്നി വീഴുന്നു നമ്മള്. ചിക്കൻ കറിയും ചോറുമാ. ഡ്രൈവർ പറഞ്ഞ് ഈ ക്ലൈമറ്റിന് ചിക്കൻ കറി കഴിക്കാനാണ് ബെസ്റ്റ്. ചിക്കൻ കറി പറഞ്ഞു. സൂപ്പർ സാധനം. വേനലിൽ പൊള്ളാതെ നീ നടന്നു വരാൻ വേണ്ടി ഭയങ്കര പാട് പെടുന്നു നോക്ക്. അത് ചെറുതായിട്ടൊരു പേടി. വരുമോ ഗൈസ്? ഇറങ്ങണ്ടേ? ഞാൻ ഇവരുടെ താഴെ പോന്നെ, നിങ്ങൾ വന്നാ മതിയെ. എല്ലാം
ഉണ്ടാവില്ല, അത് പൊക്കോളൂ, അത് പൊക്കോളൂ. ബാക്കിലോട്ട് സത്യമുണ്ട്. അനങ്ങാതെ നിൽക്കാം. ഗൈസ് ഞങ്ങളിപ്പം താഴെ പോവാണ്. ഇത് ഭയങ്കര പാട് ഗൈസ് ഇതിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട്. ഞാനില്ല, ഇത് റീലില് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ നേരിട്ട് കാണുമ്പോ ഞാൻ ഇവിടെ നിൽക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഇറങ്ങാണ്ട് ഇച്ചിരി റിസ്കി തന്നെ ഏട്ടാ. ഭയങ്കര പാടാണ്, സ്റ്റെപ്പൊന്നും ഇല്ല. ഇതുപോലത്തെ സാധനങ്ങളാണ് ഗൈസ്, പക്ഷെ നല്ല രസമുണ്ടല്ലേ. അവിടെ നിന്ന നമ്മൾ ഇവിടം വരെ എത്തി. നൈസ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ താഴെ പോയാ. ഇവിടെ കേറണേ. എന്നാൽ നമ്മൾ ഇത്ര എത്തി ഗൈസ്. പറ്റും, പക്ഷെ നമുക്ക് സമയം പറ്റും. നമുക്ക് അരമണിക്കൂറിൽ ബോട്ട് എടുക്കും. താഴെ പോയിട്ട് അരമണിക്കൂറിൽ താഴെ പോലത്തെ ഇമ്പോസിബിൾ. പിന്നെ റിസ്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അതിനേക്കാൾ റിസ്ക് എടുക്കാൻ വയ്യ ഗൈസ്. നമുക്ക് തിരിച്ചു കയറാം. അവിടെ നിന്ന് ഡെഡ് ആയതിക്ക് രണ്ടുപേർക്ക് കുടിക്കേണ്ട കരുക്ക് ഒരാൾ വെച്ച് കുടിക്കുന്നു ഗൈസ്. ആനി സമ്മതിച്ചേട്ടാ. ആനി എന്റെ കൂടെ കയറിയിട്ട് ഇറങ്ങി തിരിച്ച്. നല്ല വ്യൂ ആയിരുന്നു. ഒരു 10 മിനിറ്റ് കൂടെ കിട്ടിയിരുന്നെങ്കിലേ ഞങ്ങൾ താഴെ വരെ പോയേനെ. ബോട്ട് എടുക്കാൻ സമയമുള്ളതാണ് നമ്മൾ പെട്ടെന്ന് കയറിയത് ഗൈസ്. നല്ല സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല സ്ഥലമായിരുന്നു. ഇവരെ കൂടെ വന്നിരുന്നെങ്കിൽ അവിടെ പോയി എൻജോയ് ചെയ്തിട്ട് നൈസായിട്ട് വരായിരുന്നു. ഒരു സ്റ്റെപ്പ് അന്നേച്ചിന്റെ പാതിയുണ്ട്. എന്റെ മുട്ടിന് അത്ര ഉണ്ട് സ്റ്റെപ്പ്. അവിടെ നിന്ന് ഞങ്ങൾ എങ്ങനെ കയറിയെന്നറിയാമോ? എന്റെ കാലെത്തിയില്ല. ഞാൻ അടിയിൽ പോയിട്ട് ബുക്ക് ഇട്ട് കൊടുത്തു. അഭിനാണെങ്കിൽ എന്റെ ബട്ടക്സിനെ പൊക്കി തന്ന് കയറി. എന്നിട്ട് അവള് കയറിപ്പോയി. ഞാൻ എങ്ങനെ കയറണം? ഞാൻ കയറിപ്പോയി. അങ്ങനെ ഞാൻ പറഞ്ഞു അഭി ഞാൻ കയറിപ്പോണ്ട് നീ വരണേ. Our boat is boarding now. We are on top. We got it. കറക്റ്റ് സമയത്തിലെത്തി ഗൈസ്. അല്ലെങ്കിൽ ബോട്ട് പോയേര്. Thank you so much for coming. Thank you. Bye bye. Bye. Welcome to K family. 10K. ഓ അന്നേസിക്ക് 10K ആയി ഗൈസ് ഇപ്പോ. ഇൻസ്റ്റാഗ്രാമിൽ 10K ഫോളോവേഴ്സ് ആയിരിക്കുന്നു. നീ കണ്ട് സൂക്ഷിച്ചൊക്കെ വേണം ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാൻ കേട്ടോ. അതുകൊണ്ട് സേഫ് ആൻഡ് സെക്യൂർ ആയിരിക്കാൻ വേണ്ടിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്റെ കയ്യിൽ തരും. ഏട്ടായി ആൺപിള്ളേര് മെസ്സേജ് അയച്ചാ മെസ്സേജ് അയച്ചാണ്ടല്ല ചെക്കന്മാരുണ്ട് ചോദിക്കാൻ. ചേച്ചിക്ക് മെസ്സേജ് അയക്കരുത് കേട്ടോ. എന്തായാലും ഗൈസ് എന്റെ കാലൊരു മുള്ളിരിക്കുന്ന ആരെങ്കിലും ഒന്ന് എനിക്ക് എടുത്ത് തരും. തൂക്കണോ അമ്മി? തോളത്തിരിക്കുന്ന അന്നേച്ച് കയറ്റും. അത് ഹോട്ടൽ എന്തോന്നു നല്ല രസമായിരിക്കല്ലേ ഇവിടെയൊക്കെ താമസിക്കാൻ. അടുത്ത പ്രാവശ്യം ഗൈസ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ജോഷി ചേട്ടന് ഹന്ന ചേച്ചിക്ക് ഒരു ചലഞ്ച് കൊടുക്കാം. ചലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജോഷ് ചേട്ടൻ ഒരു സാധനം എടുക്കും, ഹന്ന ചേച്ചി ഒരു സാധനം എടുക്കും. ഇപ്പൊ എക്സാമ്പിൾ ജോഷി ചേട്ടൻ ഒരു ജ്യൂസ് എടുക്കാൻ പറയും. അപ്പോൾ ജോഷി ചേട്ടൻ ഒരു ജ്യൂസ് എടുക്കും, ഹന്ന ചേച്ചി ഒരു ജ്യൂസ് എടുക്കും. അപ്പോൾ രണ്ടുപേരും കൂടെ 2 ജ്യൂസ് എടുത്തിട്ട് വരുമല്ലോ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ കോംപ്രമൈസ് ചെയ്ത് ഒരു ജ്യൂസ് സെലക്ട് ചെയ്യണം. അങ്ങനെ കുറേ ഫുഡ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവർക്കൊരു ഡിന്നർ സെറ്റാക്കി കൊടുക്കാൻ. ഒരു ജ്യൂസ് എടുത്തിട്ടോ. രണ്ടുപേരും എന്തെങ്കിലും ജ്യൂസ് എടുക്കണം. രണ്ടുപേരും എന്തെങ്കിലും ജ്യൂസ് എടുത്തിട്ടോ. ഇഷ്ടമുള്ള ജ്യൂസ് എടുക്കാം. ഇഷ്ടമുള്ള ജ്യൂസ് എടുക്കാം. പോ. ബിയറല്ല, വെള്ളം വാട്ടർ. ഓക്കെ. ജോഷയ്ക്ക് മിൽക്ക് ഷേക്ക് ഒക്കെ കുറച്ച് കൂടുതൽ ഇഷ്ടം. ഇത് മതി. കിക്കറ്റിന്റെ ഷേക്ക് അല്ലേ ചേച്ചി സെലക്ട് ചെയ്തേക്ക്. ഞാൻ ജോസ് ചേട്ടനെ കണ്ടുതരാം. ഗൈസ് അങ്ങനെ ഹന്ന ചേച്ചി ജ്യൂസ് എടുത്ത് കഴിഞ്ഞ് നമുക്ക് ഹന്ന ചേച്ചിനെ ഇവിടെ നിന്ന് പാക്കപ്പ് ആക്കിയിട്ട് ജോസ് ചേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അവള് എന്റെ സാധനം എടുത്തെങ്കിൽ അവള് വല്ല ഫ്രഷ് ജ്യൂസ് നോർമൽ കണ്ടന്റ് സാധനങ്ങൾ എടുക്കും. അപ്പൊ ചേച്ചി ഇവിടത്തെ ഒരു ജ്യൂസ് നോക്ക്. നിന്നൊക്കെ ഇഷ്ടമുള്ള ഇല്ല നോക്കാൻ പറഞ്ഞത്. അവളാണ് ഇത് കുടിക്കും. Red Bull ന്റെ yellow flavor. വേറെ ഫ്ലേവർ ഉണ്ട് അത് കുടിക്കും. യെല്ലോ ഫ്ലേവർ അല്ലേ? യെല്ലോ ഫ്ലേവറോ മറ്റേ വാട്ടർമെലൺ ആയിരുന്നാലും കുഴപ്പമില്ല, അത് കുടിക്കും. പിന്നെ ഗ്യാസ് ആയിട്ട് ഏത് കൊടുത്താലും കുടിക്കും. 10 സെക്കൻഡേ ഉള്ളൂ, പെട്ടെന്ന് നോക്ക്. ഞങ്ങളുടെ വീഡിയോയിൽ പറയുന്നത് എനിക്കുള്ള ഇഷ്ടമുള്ള നോക്കിയെടുക്കാം. യെല്ലോ കളർ ഇതാണെങ്കിൽ എനിക്ക് ഇഷ്ടമുണ്ട്, അവക്ക് ഗ്യാസ് ആയതുകൊണ്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടും. അതുകൊണ്ട് കണ്ണടച്ചിവിടെ നിൽക്കി. ഞാൻ ഹന്ന ചേച്ചിനെ വിളിച്ചിട്ട് ഞാൻ 3, 2, 1 പറയുമ്പോ ഫ്രണ്ടിൽ പിടിക്കണേ. 3, 2, 1.
അച്ഛാ കണ്ടില്ല. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് എക്കറിന്റെ സാധനം ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ ഇപ്പൊ സംഭവം ഒന്നും അറിയാമോ? രണ്ടും കൂടി കോംപ്രമൈസ് ചെയ്യണം. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി. രണ്ടുപേരും കുടിക്കണ്ടേ? നോ, ഒരാൾക്ക് തന്നെ എടുക്കാൻ മതി. ഇത് എന്ത്? ഇത് മതി. ഇത് കൊള്ളാം, കാണുമ്പോ തന്നെ ഒരു കൗതുകമുണ്ട്. അടുത്ത് നിങ്ങളുടെ സ്നാക്സ് ആണ്. സ്നാക്സ് ഇഷ്ടമുള്ളത് പോയി എടുക്കാം. 3, 2, 1 go. ഒരാൾ മതി, ഒരാൾ മതി. ഏറ്റവും വെറൈറ്റി സാധനം എടുക്കണം, അപ്പൊ തന്നെ നമുക്ക് ഇഷ്ടപ്പെടും. ഫ്രോസൺ സാധനമാ ഉണ്ടോന്ന് നോക്കുമായിരുന്നു. ഇവിടെ നിക്കാണ്. ഇവിടെ ഇങ്ങനെ നിക്കാൻ പാടില്ല. ഓക്കെ, ഏതെടുത്ത്? ഇത് വെജി ചിപ്സാ. ഓക്കെ, വെജീസിന്റെ ചിപ്സ് അല്ലേ? സ്പൈസി ആയിട്ടുള്ളത്. എനിക്ക് എപ്പോഴും അവർക്ക് ഇഷ്ടമുള്ള സാധനം തന്നെ കയ്യിൽ വരുന്ന കേട്ടാ. ഇതുപോലെ ഇങ്ങനെ സ്പൈസി ആയിട്ടുള്ള വൈറ്റ് കാഷ്യൂസ് അല്ലേ? നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഹെൽത്തി ആയിരിക്കും. ഓക്കെ, നോക്കാൻ പാടില്ല, നോക്കി ഔട്ടാണ്. 3, 2, 1 സ്റ്റാർട്ട്. ഇത് ഞാൻ ഓക്കെ, ഫസ്റ്റ് ഏതാ എടുക്കാൻ നിൽക്കുന്നത്? ഇത് വെജി ചിപ്സാ എരിവുള്ള. ഇത് കാഷ്യൂസ് സ്വീറ്റ് ആൻഡ് സ്പൈസി. 2 എരിവാ, അമ്മോ, 2 ഹോട്ടാ. Next round, dessert. Okay. A few minutes later. Ready, 1, 2, 3, start. ഞാനിത് സെയിം സാധനം ഞാൻ ഇപ്പൊ എടുത്തിട്ട് തിരിച്ചു വെച്ചത്. ചോക്ലേറ്റ്, സ്ട്രോബെറി, വെനില 3 ഫ്ലേവർ ഐസ്ക്രീം ഉണ്ട്. തിരിച്ചുണ്ടാക്കി ഐസ്ക്രീം തോറ്റുപോയി കണ്ടാ. ഇത് തിരിച്ചുണ്ടാക്കിയാണല്ലോ, ഇത് എനിക്ക് തന്നു. ഞങ്ങളുടെ ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ ഒരുപാട് സാധനം ഉണ്ടല്ലോ. ഇത് നമുക്ക് അവിടെ പോയി കുക്ക് ചെയ്ത് കഴിക്കാം. ഗേൾസ് ഷോപ്പിംഗ് ഒക്കെ ഇങ്ങനെയാ. നീ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ തിന്നും? ഞാൻ കുറച്ച് വിങ്സ് ചിക്കനും മുട്ടയും മാത്രമേ എടുത്തിട്ടുള്ളൂ. നീയല്ലേടാ അതല്ല ഗൈസ്, അത് എണ്ണ എടുത്തോണ്ട് വന്നത്. 3 ദിവസമായി ഇവൾക്ക് ഒന്നും വാഞ്ചി തരുന്നില്ല. ഞാനെങ്കിലും ഉണ്ടാക്കി കഴിക്കട്ടെ സ്വന്തമായിട്ട്. തളർന്ന് ഞാൻ തങ്കച്ചി, ഞാൻ ഇവളോ പാസമായ തിന്നറിഞ്ഞൂടെ ഇവ ഐസ്ക്രീം തിന്നത് എങ്ങനെയാന്ന് അറിയാമോ? എനിക്ക് തണുപ്പ് പല്ലിൽ പിടിക്കത്തില്ല. ഇതിനേക്കാൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാൻ പറ്റും. 4,29,000. പർച്ചേസ് നടന്നപ്പോ 4,29,000 രൂപ. 4,29,000 എന്ന് പറയുന്നത് നാട്ടിലത് എത്ര? 2,500 രൂപ. അതിനേക്കാൾ ഓർഡർ ചെയ്ത് കഴിക്കായിരുന്നു. ഓർഡർ ചെയ്താലും എത്ര ആവും? ഓർഡർ ചെയ്യുമ്പോ ഓരോ ദിവസം 5 ലക്ഷം 10 ലക്ഷം ഒക്കെ ആണ്. ഒരു നേരമല്ലേ ഇത്? തേർഡ് ഇയർ ആനിവേഴ്സറി ആയിട്ട് നമ്മള് പുതിയ വില്ലേര് കേറ്. ഞാൻ പറഞ്ഞില്ലേ വരാൻ. ഇവിടെ നിന്ന് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എന്തിനു ഇതെല്ലാം വാങ്ങിച്ചു നമ്മള്? കള്ളം അല്ലേ? ഗൈസ്, നമുക്ക് പുറത്തു പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഡിന്നർ സെറ്റ് ചെയ്യുവാണ്. അത് ഡിന്നറിന്റെ കോസ്റ്റ്യൂമിൽ. ഞാനാണിന്ന് ജോഷന്റെ ഹന്നച്ചക്ക് ഇന്ന് ഫുൾ ഡിന്നർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ ഞാൻ ഫുൾ ഡിന്നർ സെറ്റ് ചെയ്യുന്നതിന് എനിക്കൊന്ന് ഗ്യാസ് ഓൺ ആക്കി തരാം. ഇതിൽ എവിടെ മെയിൻ സ്വിച്ച് ലൈറ്റ് എത്തുണ്ട് ഇതില്. ഗൈസ്, അങ്ങനെ ഞാൻ യൂട്യൂബ് നോക്കി ഞാൻ അത് സ്റ്റൗ ഓൺ ആക്കി. തുടക്കത്തിലെ പരാജയമായ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നു. ഇത് ഇപ്പൊ ചൂടായിട്ടുണ്ട് ഗൈസ്. ആദ്യം നമുക്ക് ഗൈസ് ചിക്കൻ വിങ്സ് ഉണ്ടാക്കാം. അടുത്തെന്ത് ചെയ്യാം? നമുക്ക് അങ്ങനെ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക ഗൈസ്. ആനിക്ക് വയ്യ, ആനയുണ്ട്. ഇത് ജോഷന്റെ ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് സാക്രിഫൈസ് ചെയ്യുന്നത്. ഇവിടുത്തെ പാത്രം കൊള്ളത്തില്ല. നമ്മുടെ വീട്ടിലെ പാത്രമാണെങ്കിൽ എണ്ണ എല്ലാം സൈഡ് കിടക്കും. അപ്പൊ എല്ലാത്തിനെയും സൈഡ് ആക്കാം, അത്തപ്പൂ പോലെ.
ഗൈസ് നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ ഒന്ന് കഴിച്ചു നോക്കി. സൂപ്പർ സാധനം. കരിഞ്ഞെന്ന് വിചാരിച്ചു, പക്ഷെ ഇതാണ് പക്ഷെ കറക്റ്റ് സാധനം ഗൈസ്. നമുക്ക് മുട്ട നമുക്ക് മറ്റേ തട്ടി ചെറുതാക്കത്തില്ലേ മറ്റേ ആ സാധനമായിട്ട് നമുക്ക് മുട്ട ഉണ്ടാക്കാം ഗൈസ്. ഉപ്പുണ്ട്. വലിയ ഓംപ്ലേറ്റ് കിട്ടും ഗൈസ്. വലിയ ഓംപ്ലേറ്റ് നന്നായിട്ട് എടുക്കാൻ അറിയത്തില്ല എനിക്ക്. നമ്മൾ ഡിന്നർ എല്ലാം അങ്ങനെ സെറ്റ് ചെയ്യും. ഗൈസ് അങ്ങനെ ഡിന്നർ എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് അവരെ വിളിക്കണ്ടേ. പ്രൈവറ്റ് ഡിന്നർ ഓക്കെ. ഇഷ്ടപ്പെട്ടോ? ഇത് വന്നിട്ട് മറ്റേ മുട്ട, ഇത് വന്നിട്ട് ചിക്കൻ വിങ്സ്, ഇത് ഫ്രൂട്ട്സ്, ഇത് ബ്രെഡ് വിത്ത് ഓംപ്ലേറ്റ്, പിന്നെ അത് ഫ്രൂട്ട്സും പിന്നെ മറ്റു സാധനം. എങ്ങനെയുണ്ട്? ചെറുതായിട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ചെറുതായിട്ട് കുറച്ചിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരും. സൂപ്പർ കുറെ കഷ്ടപ്പെട്ടല്ലോ. പെട്ടെന്നായി. ആനിക്ക് വയ്യ, ആനിതാ കിടന്ന് ഉറങ്ങുന്നു ഗൈസ്. ആനിക്ക് ഒട്ടും വയ്യ, അതാണ് ആനി കിടക്കുന്ന ഗൈസ്. നമുക്ക് കഴിച്ചു തുടങ്ങിയാലാ? നമുക്ക് ആരും വലിക്കാൻ വരത്തില്ല, നമ്മൾ എന്നെ വലിക്കണം. ഇരിക്കി. ഓക്കെ, ഇനി എന്താ പരിപാടി? വിശക്കുന്നു. ഇനി പ്രീമിയം ഡിന്നർ ഒന്നുമില്ല, ഇഷ്ടമുള്ളവരൊക്കെ എടുത്ത് കഴിക്കാം. ചെറുതായിട്ടൊന്ന് കഴിഞ്ഞു പോയി, ഒന്ന് ക്ഷമിക്കണം. വൈനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മള് ഇച്ചിരി പാവ ഫാമിലി ആയതുകൊണ്ട് നമുക്ക് ഷെയ്ക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിതെല്ലാം ഉണ്ടാക്കിയെന്നോണ്ട് എനിക്ക് നിറച്ചു. കുറച്ചുണ്ട്, രണ്ടിന്റെ ഷെയർ ഇരിക്കുന്നതാ. നമുക്ക് നല്ല വിശപ്പ്, തുടങ്ങാം. എങ്ങനെയുണ്ട് ഡിന്നർ? ഒരു ഹോട്ടലിൽ പോയി കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടോ? അത് ഞാൻ ഉണ്ടാക്കിണ്ടായിരിക്കും. ഹോട്ടലിൽ കിട്ടുമെന്ന് നോക്ക്. പ്രീമിയം ഇതിൽ കഴിക്കുന്ന, അപ്പുറത്ത് പൂള്, ഫുഡ് മാത്രം ഇച്ചിരി ഇല്ല. കൊള്ളാം. ഹോട്ടലിൽ കഴിക്കുന്ന എത്ര പേർക്ക് ഈ ഭാഗ്യം കിട്ടും അബിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാനുള്ള അല്ലേ? ഡിന്നർ എല്ലാം കഴിഞ്ഞു, അടിപൊളിയായിരുന്നു. വയറ് ഫുള്ളായി. ഇനിയിപ്പോ നമുക്ക് ഉറങ്ങാല്ലേ. അപ്പിന് പ്ലേറ്റ് ഒക്കെ കഴുകി വെക്കുമായിരിക്കും. അപ്പൊ താങ്ക് യു ഫോർ ദ ഡിന്നർ. ഗുഡ് നൈറ്റ്. ഡിന്നറൊക്കെ അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച്. ഒരാൾക്ക് 430 അറിയുന്നോണ്ട് 420 തന്നാ മതി. ബില്ല് നീ റൂമിലോട്ട് അയച്ചാൽ മതി. പാത്രമൊക്കെ കഴുകി 840. അപ്പൊ താങ്ക് യു. ഡിന്നറിന് ആനിവേഴ്സറി ആയിട്ട് എല്ലാ പ്രാവശ്യവും ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും ഗിഫ്റ്റ് ആരെങ്കിലും വെച്ചിട്ട് അപ്പൊ ഈ പ്രാവശ്യം മുടക്കുന്നില്ല. ഗിഫ്റ്റ് കൊടുക്കാം. ഞാൻ എടുത്തിട്ട് വരാം, ഒരു മിനിറ്റ്. എനിക്കിത് കണ്ടപ്പോ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ലൈറ്റ് ഉണ്ട്. പിന്നെ ഷർട്ട് ഞാൻ പറഞ്ഞു കളിക്കണം. ഞാൻ വാങ്ങിച്ചു, നീ വാങ്ങിച്ചു. ഇത് ക്യൂട്ടായിട്ടുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇനി ഞാൻ ചെറിയൊരു ഗിഫ്റ്റ്. വലിയ ഗിഫ്റ്റ് ഒന്നല്ല, ചെറുത്. ഞാൻ ശരിക്കും പറഞ്ഞ ഗൈസ്, ഈ ട്രിപ്പാണ് ഈ ഗിഫ്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തത്. പക്ഷെ എനിക്കറിയാം ഇവൾ എന്തെങ്കിലും മേടിക്കും, എന്തെങ്കിലും ചെറിയ സാധനം എന്തെങ്കിലും മേടിക്കുന്ന അറിയായിരുന്നു. അതുകൊണ്ട് അത് മേടിച്ചിട്ട് ഹഗ്ഗീത് ഉമ്മയൊക്കെ കൊടുക്കണം. കൊള്ളാല്ലേ ഫ്ലവർ? അത് ശരിക്കും പ്രതീക്ഷിച്ചില്ല, സത്യമായിട്ടും പ്രതീക്ഷിച്ചില്ല.